ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ വിഷയം ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും തമ്മിൽ വ്യത്യാസമാണ്. എന്താണ് ഈ ഡെബിറ്റ് കാർഡ്? ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ അവർ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡാണ് ഡെബിറ്റ് കാർഡ്. ഈ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എപ്പോഴും ബാലൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കടയിൽ പോയിട്ട് സാധനം വാങ്ങാം, ഓൺലൈൻ പർച്ചേസ് ചെയ്യാം, ATM നിന്ന് പൈസ വിഡ്രോ ചെയ്യാം. പക്ഷേ ബാങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ കാർഡ് വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഡെബിറ്റ് കാർഡ്. എന്താണ് ഈ ക്രെഡിറ്റ് കാർഡ്? ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ചില സ്ഥാപനങ്ങളും ബാങ്കുകാരും നിങ്ങൾക്ക് തരുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ്. അതിൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടാവണമെന്നില്ല. ആ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാം, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം, ക്യാഷ് വിഡ്രോവൽ ലിമിറ്റഡായിട്ട് ഉപയോഗിക്കാം. ക്യാഷ് വിഡ്രോവലിന് ചാർജ് കൂടുതലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഈ ഡെബിറ്റ് കാർഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് എല്ലാം നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വഴിക്ക് ചെയ്യാം. അപ്പോൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ബില്ല് വരും. ഈ ബില്ല് വരുമ്പോൾ ഫുൾ എമൗണ്ട് നിങ്ങൾ അപ്പോൾ തന്നെ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ചാർജും വരില്ല. അഥവാ നിങ്ങൾ പാർട്ട് പേയ്മെൻ്റ് ആണ് അല്ലെങ്കിൽ പൈസ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നിയർലി 36 to 48% ഇൻട്രസ്റ്റ് അവർ ചാർജ് ചെയ്യും. അത് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അതിനിപ്പോൾ അവർ കാർഡ് നിങ്ങൾ ബില്ല് അയക്കുമ്പോൾ പറയും 5%, മിനിമം 5% അടച്ചാൽ മതി, 10% അടച്ചാൽ മതി. പക്ഷേ ബാക്കി നിൽക്കുന്ന എമൗണ്ട് അവർ പലിശ ചാർജ് ചെയ്യും. അതുകൊണ്ട് കഴിയുന്നതും ക്രെഡിറ്റ് കാർഡ് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ തന്നെ ബില്ല് വരുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഫുൾ എമൗണ്ട് അടയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൻ്റെ പൈസ വെച്ച് നിങ്ങൾക്കത് ഉപയോഗിക്കാം, പലിശ അടയ്ക്കേണ്ടി വരത്തില്ല. ഇതാണ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഉപയോഗിക്കാം. ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.